പാലാ KSRTC ബസ് സ്റ്റാൻഡിലെ അനൗൺസ്മെന്റ് മുതൽ അല്പം വെറൈറ്റിയാണ്. മൊബൈൽ ആപ്ലിക്കേഷന്റെ സഹായത്തോടെ അനൗൺസ്മെന്റ് പൂർണ്ണമായും ഹൈടെക് ആയി മാറിക്കഴിഞ്ഞു. കണ്ടക്ടറായ അരുണാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷന്റെ പിന്നിലുള്ള ആൾ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പൈക പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി വഴി മുണ്ടക്കയം വരെ പോകുന്ന ബസ് സ്റ്റാൻഡിലൂടെ പുറപ്പെടുന്നു. നീട്ടിയും കുറുക്കിയുമുള്ള ബസ് സ്റ്റാൻഡിലെ അനൗൺസ്മെന്റ് പാലായിൽ ഇനി ഉണ്ടാകില്ല. എല്ലാം ഹൈടെക് ആകുന്ന കാലത്ത് പാലാ KSRTC ബസ് സ്റ്റാൻഡിലെ അനൗൺസ്മെന്റും ഹൈടെക് ആകുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ കേൾക്കുന്നത് പോലുള്ള അനൗൺസ്മെന്റ് ഇനി പാലാ ബസ് സ്റ്റാൻഡിലും. കണ്ടക്ടറായ അരുണാണ് ഈ ഹൈടെക് ഐഡിയയ്ക്ക് പിന്നിൽ. സ്റ്റേഷൻ മാസ്റ്ററുടെ ജോലിഭാരം കുറയ്ക്കാൻ അരുൺ തുടങ്ങിയ കൗതുകം ഇന്ന് എത്തി നിൽക്കുന്നത് KSRTC ട്രംപറ്റ് എന്ന മൊബൈൽ ആപ്പിലും. ഇവിടെ SM-ന്റെ ഡ്യൂട്ടി ഭാരം ഇച്ചിരി കൂടുതലാണ്. ഈ ഡിപ്പോയിൽ വലിയ ഡിപ്പോയാണ്. എൻക്വയറി ഒന്നും സെപ്പറേറ്റ് ഇല്ല. അപ്പോൾ ഒരാൾ തന്നെ വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അനൗൺസ്മെന്റ്, എൻക്വയറി വരുന്നവർ, ബാക്കിയുള്ള പണികളുണ്ട്. ഇവിടെ ബേസിക്കായിട്ട് ഇവിടെ പണികളുണ്ട്. അപ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് അവരുടെ സംസാരത്തിൽ നിന്നാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ടായതും ആപ്പ് ഉണ്ടാക്കാമെന്ന് ആരും തീരുമാനിക്കുന്നു. പാലായിൽ മാത്രമല്ല, വേറെയും KSRTC ബസ് സ്റ്റാൻഡുകളിൽ അരുണിന്റെ ആപ്പ് പരീക്ഷണം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ പോളിടെക്നിക്കുകാരനായ അരുണിന്റെ ഹൈടെക് ഐഡിയ ഓർഡിനറിയിൽ നിന്ന് സൂപ്പർ ഫാസ്റ്റായി. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചത് 2003-2006 ബാച്ച് മുട്ടം പോളിടെക്നിക്കിലെ സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ ഞാൻ ആ ഒരു ബേസ് ഉണ്ട് എനിക്ക്. ഇതും പുതിയ ടെക്നോളജിയാണ്. എന്നാലും കുറച്ചൊന്ന് പഠിച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ച് ചെയ്തതാണ്. എന്തായാലും വെറൈറ്റിയാണ്, കിടു ഐഡിയയാണ്, പഴയ പോളിടെക്നിക്കുകാരൻ്റെ ബുദ്ധിയാണ്. അപ്പോൾ പിന്നെ പാലായിൽ നിന്നും ഷിനോജ് SP, മാതൃഭൂമി ന്യൂസ്. ഷിനോജ് ST ചേരുന്നുണ്ട് തത്സമയം. ഷിനോജ്, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഏതെങ്കിലും KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്നുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചില ബസ് സ്റ്റാൻഡിലെങ്കിലും സമയം എഴുതിയിട്ടുള്ള ബോർഡുകൾ ഉണ്ടായിരിക്കും ബസ്സിന്റെ സമയമുള്ളത്. പക്ഷേ അത് തുരുമ്പെടുത്ത് നശിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ അതും ഉണ്ടാകില്ല. ഈ അനൗൺസ്മെന്റിനെ ആശ്രയിക്കാൻ മാത്രമേ വഴിയുള്ളൂ. അപ്പോഴാണെങ്കിൽ അത് കേട്ടാൽ മനസ്സിലാവുകയുമില്ല. ചില സ്ഥലപ്പേരൊക്കെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ക്ലിയർ ആവില്ല. ഇവിടെ എന്തായാലും ആ പ്രശ്നം അങ്ങ് പരിഹരിച്ചിട്ടുണ്ട്. കൃത്യമായി അനൗൺസ്മെന്റിലൂടെ എന്താണ് സ്ഥലപ്പേര് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്തായാലും അരുൺ സാറിന്റെ ആ ഒരു ആശയത്തിന് വലിയൊരു കയ്യടി കൊടുക്കണം. ഇനിയുള്ള എല്ലാ ബസ് സ്റ്റോപ്പുകളിലേക്കും എല്ലാ KSRTC ബസ് സ്റ്റാൻഡുകളിലേക്കും ഈ ഒരു ആശയം എത്തിച്ചാൽ കൂടുതൽ ഗുണം ചെയ്യും ആളുകൾക്കല്ലേ? KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഈ മൈക്കിലൂടെ അനൗൺസ്മെന്റ് നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളുമൊക്കെ തന്നെ വ്യക്തമാകണമെന്നില്ല. ഒരു 2 തവണയൊക്കെ കേട്ടാൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഏത് സ്ഥലമാണെന്ന് സംബന്ധിച്ചൊക്കെ തന്നെ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇത്തരത്തിൽ പാലാ KSRTC ബസ് സ്റ്റാൻഡ് ഒരു ഹൈടെക് ആകുന്നതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് തോന്നുന്നത് ഇതിൽ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കണ്ടക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആപ്പ് കണ്ടെത്തി എന്നതാണ് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് കൊടുത്തിരുന്നെങ്കിൽ, ഇത് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് രൂപ അവർ വാങ്ങിയാണ്. പക്ഷേ അങ്ങനെ ഒന്നുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരത്തിൽ തൻ്റെ സ്റ്റേഷൻ മാസ്റ്റർക്ക് ജോലി ഭാരം കുറയ്ക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ കണ്ടക്ടറായിട്ടുള്ള പൊൻകുന്നം സ്വദേശി അരുൺ ഇത്തരത്തിലൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് പാലായിൽ ഹിറ്റാണ്. പാലായിൽ മാത്രമല്ല, മറ്റ് പല ഡിപ്പോകളും ഇതിനോടകം തന്നെ അരുണുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. അവർക്കും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ചെയ്യണം എന്നാണ് അവരെല്ലാം തന്നെ പറയുന്നത്. എന്തായാലും പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. KSRTC ട്രംപറ്റ് എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. ഏത് റൂട്ടാണ്, അതായത് നമുക്ക് ഏത് റൂട്ട് വഴിയാണോ പോകേണ്ടതെന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കൃത്യമായ രീതിയിലുള്ളൊരു ഓഡിയോ സന്ദേശം, സാധാരണ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കേൾക്കുന്നത് സമാനമായ രീതിയിലുള്ള ശബ്ദം ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കൊണ്ടുവരും. അങ്ങനെയാണ് ഇത്തരത്തിൽ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. എന്തായാലും പാലായിൽ ഇതിനോടകം തന്നെ സംവിധാനം. സാധാരണക്കാരനായ ഒരു ബസ് കണ്ടക്ടർ, അസാധാരണമായ കഴിവുള്ള ഒരു മനുഷ്യൻ. ഇതിപ്പോൾ ഷിനോജ് പറഞ്ഞതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കമ്പനിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം ഒരു തുകയൊക്കെ മാറ്റി വെക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇവിടെ ആ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. തുക മാറ്റി വെക്കേണ്ട ആവശ്യവും വന്നില്ല. കണ്ടക്ടറായ അരുണിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം ഉദിച്ചു. അതെന്തായാലും ഗംഭീരമാവുകയും ചെയ്തു. ഒരുപാട് യാത്രക്കാർക്ക് ഗുണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.